കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ? മതിയടാ. അമ്മ ഉണ്ടാക്കിയതാ. മണിമംഗലത്തെ കറിയുടെ അത്രയും ടേസ്റ്റ് ഒന്നും കാണില്ല. ഇത് മുളക് കറിയാ. മണിമംഗലത്തെ കറിയേക്കാളും എത്ര ടേസ്റ്റുള്ള കറിയാണെന്നറിയോ നിന്റെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്നത്. അതിന്റെ രുചി സ്റ്റാർ ഹോട്ടലിൽ പോയാൽ പോലും കിട്ടത്തില്ല. സത്യക്കാണെന്ന് പറയാത്തോണ്ടാ. പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചേനെ അമ്മ. അയ്യോ പറയല്ലേ. മതിയായോ? മതി. എവിടം വരെയായി കല്യാണക്കാര്യം? കല്യാണക്കാരിയോ? ആരുടെ? അപ്പൊ നീ വിവരമൊന്നും അറിയുന്നില്ലേ? സുധിയും ചേച്ചിയും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും. ഏയ്, ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു വിവാഹം ഉണ്ടാവുകയാണെങ്കിൽ അത് സത്യം നടത്തി കൊടുക്കും. സത്യയോട് ആരാ ഇതെല്ലാം പറഞ്ഞത്? എന്റെ മനസ്സില് അത് മാത്രമല്ലേ ഉള്ളൂ കുരുവി. എന്തായാലും അവര് തമ്മിൽ വിവാഹം ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സത്യ, എന്താടാ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ? എന്തിനു? ഇത്രയും നാൾ സ്നേഹിച്ചു കൂടെ നടന്നയാൾ മറ്റൊരാളുടേതാവുന്നത് അറിയുമ്പോ. മറ്റൊരാളോ? എടാ, അതെന്റെ ചേച്ചിയല്ലേ. ചേച്ചിയല്ലേ സുധി സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും. ഞാൻ വെറുതെ ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ നോക്കിന്നല്ലാതെ. എനിക്കറിയാം സത്യക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന്. വിഷമമുണ്ട്. അത് ചേച്ചിയും സുധിയും തമ്മിലുള്ള വിവാഹം നടക്കുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാ. സത്യ, എന്റെ ചേച്ചിയുടെ ആഗ്രഹം നടക്കണം ഗുരുവി. ഒരിക്കൽ അവൾ ഒരുപാട് കാത്തിരുന്നത്. ആ കാത്തിരിപ്പിനെയാ ഞാൻ തട്ടിയെടുത്തത്. ഇനി ഒരിക്കൽ കൂടി എന്റെ ചേച്ചിയുടെ കാത്തിരിപ്പിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടിപ്പോ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും സുധിയും ചേച്ചിയുമായുള്ള വിവാഹം നടക്കണം. അത് നടത്തിയെടുക്കണം നമ്മൾ. ആരാത്? ആരാന്നാ ചോദിച്ചത്? വരൂ. സോറി, ഞാൻ ആളാരാണെന്നറിയാതെ ദേഷ്യപ്പെട്ടു പോയി. അതിനെന്തിനാ സുധി എന്നോട് സോറി പറയുന്നേ? ഞാനല്ലേ സുധിയെ ഡിസ്റ്റർബ് ചെയ്തത്. ദിവ്യ വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു സമയമായി. താഴെ അമ്മയോടും സുജിതേച്ചിയോടും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവരാ പറഞ്ഞത് സുധി മുകളിലുണ്ട്, വന്ന് കാണാൻ. ഞാൻ പഴയൊരു ഫോട്ടോസ് നോക്കുമായിരുന്നു. തോന്നി. നമ്മളന്ന് പാർക്കിൽ പോയപ്പോൾ ഒരു ചാനൽ വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ?
ആ ഓർക്കുന്നുണ്ട്. ആ, അത് ആരോ അടുത്ത് യൂട്യൂബിൽ ഇട്ടിരിക്കുക. ആഹാ, അതെയോ? ദിവ്യ കണ്ടിരുന്നോ? ഇല്ല, ശ്രദ്ധിച്ചില്ല. ഞാനിവിടെ ഇരുന്നോട്ടെ? ആ ഷുവർ. ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. സത്യം ഒഴിവാക്കുന്നതിൽ സുധിക്ക് വിഷമമുണ്ടോ? സത്യ സ്വയം ഒഴിവായി പോയില്ലേ? സത്യ സ്വയം ഒഴിവായിട്ടില്ലായിരുന്നെങ്കിൽ സുധി എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ലായിരുന്നു അല്ലേ? ഞാൻ എന്നും സ്നേഹിച്ചിരുന്നത് ദിവ്യയാണ്. ആ സ്ഥാനത്ത് മറ്റാർക്കും ഇടവില്ല. എനിക്കറിയാം സുധി. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, സുധിയെ എന്നെ മനസ്സുകൊണ്ട് വിവാഹം കഴിച്ചവളായി ദിവ്യ. സുധിയും സത്യയുമായുള്ള വിവാഹം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ആ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ? സുധിയുടെ അമ്മയോ? അതെ. നമ്മൾ തമ്മിൽ വിവാഹം ചെയ്യുന്ന ദിവസം, ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക അമ്മയും സുജിതേച്ചിയും. ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യമൊന്നും സുജിതേച്ചി പറഞ്ഞില്ലേ? ഇല്ല. എന്താ സുധി? ചിലപ്പോ സുധി തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച് അമ്മയും സുജിതേച്ചും പറയാതിരുന്നതാവും. ഈ മാസം 17-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ഈ മാസം 17 എന്ന് പറയുമ്പോ ഏപ്രിൽ 17. പിന്നെ തൽക്കാലം അധികം ആരെ അറിയിക്കാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കാം. അത് നമ്മളുടെ വിവാഹം പഴയതിലും ആർഭാടമായിട്ട് നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അച്ഛനിപ്പോഴും നമ്മുടെ വിവാഹത്തെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സത്യ, അവൾ ഏത് നിമിഷവും പ്രശ്നങ്ങളുമായി വന്നേക്കാം. എല്ലാ സുധിയുടെ ഇഷ്ടം. ഒരു മിനിറ്റ്. ഹലോ. അതെ, എത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഹലോ. ഹലോ സർ. ഹലോ. ഒരു മിനിറ്റ്. ഹലോ. ഹലോ ദിവ്യ, അവിടെ നിന്ന് ഇറങ്ങിയോ? ഇല്ല സർ, സുധി ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തു പോയിരിക്കുക. നീയും സുധിയും തമ്മിലുള്ള മാരേജിന്റെ ഡേറ്റ് അതിന്ന് തന്നെ ഫിക്സ് ചെയ്യണം. അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഡേറ്റ് ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മതി. സാറിനോട് ചോദിച്ച ശേഷം പറയാന്ന് വിചാരിച്ചിട്ടാ. എന്നാവും പറയുന്ന ഡേറ്റ്? ഏപ്രിൽ 17. ഈ മാസം? അതെ. ഗുഡ്. ഏപ്രിൽ 17 ഇനി അധികം ദിവസമില്ലല്ലോ. സത്യ ഒളിവിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വിവാഹം നടക്കണം. അപ്പോ ഓക്കെ പറയാല്ലേ സർ? ഷുവർ. താങ്ക് യു സർ. സോറി, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഈ മാസം 17-ാം തീയതി, അന്ന് സുധിയും ദിവ്യയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം.
സതീഷേട്ടാ, അവളിവിടെ എത്തിയിട്ടുണ്ട്. ആ, ദിവ്യ തന്നെ. സുധിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ശരി, ഞാൻ വിളിക്കാവേ. എടി, നിനക്കൂടെ അവിടേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നോ? സുധിയും ദിവ്യ മാത്രം. ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കും? ഒന്ന് പോമേ. സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഞാൻ പോണോ? അതല്ലടി. അമ്മ, ഇത് പഴയതുപോലൊന്നുമല്ല. വിവാഹം കഴിയേണ്ടവർ തമ്മിൽ സംസാരിക്കട്ടെ, പരസ്പരം അറിയട്ടെ. പിന്നീട് ഒന്നും ഒളിച്ചു വെക്കാത്ത വിധം മനസ്സ് തുറക്കണം. എന്നാലേ സ്നേഹം നിലനിൽക്കൂ. രണ്ടുപേരും കൂടി എന്ത് തീരുമാനിച്ചു? ഏപ്രിൽ 17 അന്ന് ഞങ്ങള് വിവാഹിതരാകും. ആഹാ, മോക്കിപ്പോ സമാധാനായില്ലേ? നഷ്ടപ്പെട്ടതെല്ലാം മോൾക്ക് തിരിച്ചു കിട്ടും. നീ ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ജീവിതം, ഈ മണിമംഗലം വീട്ടിലെ സ്നേഹം എല്ലാം ഇനി മുതൽ നിനക്കൂടി ഉള്ളതാ. ആ, ദേ മോള് വാ. അമ്മ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റ് ഒക്കെ ഇഷ്ടമാണോ മോക്ക്? അത്ര വലിയ ഇഷ്ടമൊന്നല്ല, പക്ഷെ ഈ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയതല്ലേ, ഞാൻ നിഷേധിക്കില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അമ്മേ. ആ, ഇതാണ് സത്യയും ദിവ്യയും തമ്മിലുള്ള വ്യത്യാസം. ഒരാള് കോളനിയിലും മറ്റേയാള് കോളേജിലും പോയതിന്റെ വ്യത്യാസം. ആ, വാ എന്റെ മോള് വാ. വാ. ഇനി പടിപടിയായിട്ട് കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം. ദിവ്യയും സുധിയും തമ്മിലുള്ള വിവാഹവും സത്യയുടെ മരണവാർത്തയും രണ്ടും ഒരുമിച്ചാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏപ്രിൽ 17 ശനിയാഴ്ച. എന്താ സത്യ, അന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്ത് പ്രത്യേകത? മണിമംഗലത്തെ സുധിയും എന്റെ ചേച്ചിയുമായുള്ള വിവാഹം. ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. ഇവിടെ ഈ ഒളിച്ചു കഴിയുമ്പോഴും സത്യ എങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നു? ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. സത്യ അന്ന് പുറത്തു വരണം. ഈ വിവാഹം നടക്കാൻ പാടില്ല. നടക്കണം. സത്യ, നീ എന്താ ഈ പറയുന്നേ? ഞാൻ ഒളിവിൽ കഴിയുന്നതിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ സുധിയും ചേച്ചിയും തമ്മിലുള്ള വിവാഹം നടക്കണം. എന്തിനു വേണ്ടിയാ സത്യ നീ ഇങ്ങനെ തോറ്റു കൊടുക്കുന്നത്? തോറ്റു കൊടുക്കുക അല്ല സത്യ, ജയിക്കുകയാണ്. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ എന്റെ ചേച്ചിയുടെ ജീവിതം തിരിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയാ കുരുവി തോൽവിയാവുന്നത്? അത് ജയമാണ്. സത്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജയം. ചേച്ചിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറുകയാണോ നീ? മുൻപും അവൾക്ക് വേണ്ടി ജീവന തുല്യം സ്നേഹിച്ച സുധിയെ നീ വിട്ടുകൊടുത്തു. ദിവ്യയുടെ സന്തോഷത്തിന് വേണ്ടി, അവളുടെ ജീവിതം നന്നായി കാണാൻ വേണ്ടി. എന്നിട്ട് എന്ത് പറ്റി? അന്ന് സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നടാ. കുറച്ചു കാലം കൊണ്ട് സുധിയെയും ആ മനസ്സിൽ എന്റെ ചേച്ചിയോടുള്ള സ്നേഹവും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഈശ്വരന്റെ ഒരു പരീക്ഷണമായിരുന്നു ഇതെല്ലാം. ഇനി എന്റെ ചേച്ചിയെ സുരക്ഷിതമായി സുധിയുടെ കയ്യിൽ ഏൽപ്പിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പും ജീവിതവും ഒക്കെ ആയിട്ടങ്ങ് പോവാം. ഇപ്പൊ സുധിയോട് ഒട്ടും ഇഷ്ടമല്ലാതായോ സത്യക്ക്? ഇഷ്ടമാണല്ലോ, ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സുധിയെ. എന്റെ ദിവ്യച്ചയുടെ ഭർത്താവാകാൻ പോകുന്ന എന്റെ ഫ്രണ്ടിനെ ഞാനെന്തിനു വെറുക്കണം? സത്യ, 17 എല്ലാ സങ്കടങ്ങളും മാറും. വലിയൊരു മാറ്റം സംഭവിക്കും.
നീ വന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ കുറേ തവണ നിന്നെ വിളിച്ചിരുന്നു. നീ ഫോൺ എടുത്തില്ല. വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വാട്സപ്പിൽ ഞാൻ വോയിസ് മെസ്സേജും ചെയ്തു. പക്ഷെ നീ അത് കണ്ടിട്ടും റിപ്ലൈ ഒന്നും തന്നില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ നീ മനഃപൂർവ്വം ആറ്റി നിർത്തുവാണോടാ? ആരാണ് അങ്ങനെ ചെയ്തതെന്ന് നീ തന്നെ ചിന്തിച്ചാൽ മതി. സുധി, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാം. നിർത്തട. ഫ്രണ്ട്ഷിപ്പ്? അപ്പൊ സത്യക്ക് വേണ്ടി നീ ചെയ്യുന്ന എന്താ? നീ അവളും തമ്മിൽ എന്താ ബന്ധം? സുധി, സത്യം നീ മനസ്സിലാക്കിയതെല്ലാം തെറ്റാണ്. ദിവ്യയെ വച്ച് നിന്റെ ലൈഫ് തകർക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ദേ, ഈ ഒരു വിഷം നിന്റെ മനസ്സിലുള്ളിടത്തോളം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ദിവ്യയും സുധിയും ജീവിക്കും. നീയെന്നല്ല, ആര് സത്യം സഹായിച്ചാലും എനിക്ക് പുല്ല. കൺഗ്രാറ്റുലേഷൻസ് ദിവ്യ. അഡ്വാൻസ്ഡ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. ഇനി ദിവ്യയുടെ ദിവസങ്ങളാണ്. വിവാഹപൂർവ്വ രാത്രികളിൽ അഭിരമിച്ച് നടക്കേണ്ട പെൺകുട്ടി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ രജിസ്റ്റർ മാരേജ് അല്ലേ? അതെ, ഈ മാസം 17-ന്. ആ വൈദ്യരെ, എന്താ സർ? ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. 2 പെഗ് സ്കോച്ചിലല്ല, ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കണം വൈദ്യരെ. ഓക്കെ സർ, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടാ വന്ന് നിൽക്കുന്നത്. സാറ് വന്നാട്ടെ. ഇനി നീ സ്വപ്നം കണ്ട ജീവിതം നിനക്ക് മുമ്പിൽ. സന്തോഷിക്കണം ദിവ്യ, ഇനി നിന്റെ ദിവസങ്ങളാ. വിമലേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ആ എവിടെ പോ? ക്ഷേത്രത്തിലോ? ആ പോയിട്ട് ആ തല തെറിച്ചവള് തിരിച്ചു വരാൻ വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. സത്യ തിരിച്ചു വരും. ഈശ്വരൻ അവളെ കൊണ്ടുവരും. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. സംശയമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ മനമൊരുക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്? നിന്റെ മനസ്സിൽ സത്യം ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന ചിന്തയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ചില ദുഷ്ടശക്തികളുടെ പ്രാർത്ഥന ഫലിക്കാതിരിക്കാൻ വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചേ പറ്റൂ. പപ്പൻ ദുഷ്ടനാണല്ലോ. നാശം മാത്രം ആഗ്രഹിക്കുന്ന ഒന്നിനും കൊള്ളാത്തവൻ. അതറിഞ്ഞിട്ട് മാറി ചിന്തിക്കാൻ ശ്രമിക്കാത്തവരാ യഥാർത്ഥ ദുഷ്ടന്മാര്. ആരാ അമ്മ അവിടെ? ആഹാ, പപ്പനായിരുന്നോ? എന്തേ, നിരാശ വന്നു പോയോ? അല്ല, പപ്പനായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ പ്രതീക്ഷിച്ചത് മറ്റാരെയായിരുന്നു തോന്നുന്നല്ലോ. ഞാൻ വിചാരിച്ചു സത്യായിരിക്കുമെന്ന്. എന്റെ ശബ്ദം കേട്ടിട്ട് സത്യയുടെ ശബ്ദം പോലെ ഉണ്ടോ? ഞാൻ സത്യം അന്വേഷിച്ചു പോയതാ. അതെയോ പപ്പ? അവൾ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. എവിടെ അവൾ എത്തിയിട്ടില്ല. അവൾ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നാ ജോത്സര് പറയുന്നത്. ആഹാ, അതെയോ? എന്നാ പിന്നെ അയാളോടത് എവിടെയാണെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഒളിച്ചിരിക്കുന്നു പറയുന്ന ആൾക്ക് അത് എവിടെയാണെന്ന് അറിയില്ല. ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിച്ചാൽ അതെവിടെയാണെന്ന് വിളിച്ചു പറഞ്ഞ് സാറ്റടിക്കണം. അതാണ് കളി, അല്ലേ അടുത്തി? കളിയാക്കൊന്നും വേണ്ട പപ്പ. പരമേശ്വരൻ പണിക്കര് പറഞ്ഞ തെറ്റില്ല. ആ എങ്കിൽ പിന്നെ ആ പോലീസുകാരെ വിളിച്ച് അന്വേഷണം നിർത്താൻ പറയാം. പരമേശ്വരൻ പണിക്കർ കണ്ടുപിടിച്ച് തരട്ടെ. വെറുതെ ഓരോന്നും പറഞ്ഞു നടക്കുക മനുഷ്യനെ മെനക്കെടുത്ത്. കാര്യം ഉണ്ടാവും. അവൾ ഇങ്ങ് തിരിച്ചു വരികയും ചെയ്യും. ഒരാപത്തും എന്റെ കുഞ്ഞിനുണ്ടാവില്ല. ഒരുപാട് പേരുടെ വഴി തടഞ്ഞ ആളല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും ഒളിവിൽ നിന്ന് പുറത്തു വരാൻ അവൾക്ക് കഴിയില്ല. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ പപ്പ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സത്യ കാണാതായത് മുതൽ ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. സത്യം കാണാതായതല്ലേ, അല്ലാതെ സത്യം മരിച്ചൊന്നും അല്ലല്ലോ. മരിച്ചാൽ പോലും 16-ാം ദിവസം സമൃദ്ധമായ ഫുഡ് ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. വല്ല കഞ്ഞി ഇരിപ്പുണ്ടോ നോക്കട്ടെ. വിമലേ, ഞാൻ പോയിട്ട് വരാം. ഈശ്വര, എന്റെ കുട്ടി ഇതെവിടെ പോയി?
ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ തോന്നിവാസം ഈ വീട്ടിൽ നടക്കില്ല. ഇതിനെന്തിനാ ഇത്രമാത്രം ദേഷ്യം പിടിക്കുന്നത്? ഓ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വിവാഹവും വിവാഹബന്ധം ഒഴിവാക്കലും ഒരു നിസ്സാര കാര്യമാണല്ലേ? എന്റെ മകന്റെ ഭാവിയാ എനിക്ക് വലുത്. സ്വന്തം മകന്റെ ഭാവി വലുതാക്കുന്നത് മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ടല്ല. സത്യ സുധിയെ ഉപേക്ഷിച്ചു പോയതല്ലേ, അതിന് ഞാനെന്ത് പഴിച്ചു? ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ആ ഞാൻ അറിയാതെ ഈ മാസം 17-ാം തീയതി നിങ്ങൾ സുധിയും ദിവ്യയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ തന്നിരിക്കുന്ന വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചന്ദ്രേട്ടൻ വെറുതെ ഒച്ച വെച്ച് BP കൂട്ടണ്ട. ദിവ്യ സുധിയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നോട് അന്വേഷിക്കാതെ വിവാഹം തീരുമാനിക്കാൻ നിനക്ക് ധൈര്യം തന്ന ആരാണെന്ന് എനിക്ക് അറിയണം. ഞാനാ. ഞാൻ തന്നെയാ അമ്മയ്ക്ക് അതിനുള്ള ധൈര്യം കൊടുത്തത്. സുധിയുടെ ഒരു വിവാഹം അച്ഛന്റെ ഇഷ്ടപ്രകാരം നടന്നു, അടുത്തത് അമ്മയുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ. നീയാണ് എല്ലാത്തിന്റെയും കാരണം. ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിക്കോണം ഇവിടുന്ന്. സുധിയും ദിവ്യയും തമ്മിൽ ഇഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണോ? കുടുംബം നശിപ്പിക്കാനായിട്ട് കുരുത്ത അസുര വിത്താ നീ. ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിക്കോണം നീ ഇവിടുന്ന്. ഇറങ്ങണി, ഇറങ്ങാൻ. എന്നിട്ട് വേണം എനിക്കിവിടെ തൂത്തുവാരി പുണ്യാഹം തളിക്കാൻ. ഒന്ന് പോ അച്ഛാ. നിന്നോടല്ലേ പറഞ്ഞേ എടീ, ഇറങ്ങി പോവാൻ. നിന്നെ പോലുള്ള അസുര വിത്തുകളാണ് ഈ വീടിന്റെ ശാപം. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ് എനിക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുക. എടീ, നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങണി അങ്ങോട്ട്, മാറി. നിന്റെ ഒരു തോന്നിയാസം ഇനി ഈ വീട്ടിൽ നടക്കില്ല. അച്ഛനോ? സ്നേഹവും ബന്ധങ്ങളും എന്തെന്നറിയാത്ത നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് നിന്നെ പോലെ ഒരു നശിച്ചവളുടെ അച്ഛനാവണ്ട. ചന്ദ്രേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മാറി നിൽക്കണി അങ്ങോട്ട്. ഇറങ്ങണി, ഈ വീടിന് പുറത്തു പോവാൻ. അച്ഛാ, എന്താ ഈ കാണിക്കുന്നത്? എടാ മോനെ, നീയും ദിവ്യയും ചേർന്നല്ലേ നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചത്? അതെ. എന്നിട്ട് അച്ഛൻ സുജിതയെ കുറ്റപ്പെടുത്തുന്നു, ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. എന്താ ചേച്ചി? ഞാനാണ് നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചതെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് ആട്ടി പുറത്താക്കാൻ നോക്കുന്നു. എന്റെ ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്കിത് തന്നെ വേണം. എന്റെ അനിയനൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ച ഞാൻ കുടുംബം കലക്കിയവള്. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. സുജിതേച്ചി എവിടേക്കും പോകണ്ട. ഇല്ല സുധി, അച്ഛന്റെ ആട്ടം തുപ്പ് സഹിച്ച് ഈ വീട്ടിൽ കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചേച്ചിയോട് ഞാനാ പറയുന്നത് പോകരുതെന്ന്. അകത്തേക്ക് പോ, കേറി പോവാൻ. നീ പറഞ്ഞ ഞാൻ കേക്കാം. എന്താ അച്ഛത്? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നീയല്ല. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ അച്ഛനല്ല. ഞാനും ദിവ്യയും തമ്മിലുള്ള വിവാഹം അത് തീരുമാനിച്ചത് മറ്റാരുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചതാ. ഈ മാസം, അതായത് ഏപ്രിൽ 17-ാം തീയതി ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലും സുധി ദിവ്യയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും.
അവളെ ഇനി വേണം ശ്രദ്ധിക്കാൻ. വീട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു നിയന്ത്രണം എപ്പോഴും അവളിലുണ്ടായിരുന്നു. പക്ഷെ എന്നെ അനിയത്തിയായി കാണാനും എന്നെ ശാസിക്കാനും അവൾക്ക് കഴിയുമെന്നായപ്പോൾ ഒന്ന് ശ്രദ്ധ തെറ്റി.